സർവകലാശാല പ്രബന്ധത്തിലെ കോപ്പിയടി അങ്ങ് കൊറിയയിലുമുണ്ട്. ദക്ഷിണ കൊറിയയിലെ പ്രഥമ വനിത കുരുക്കിൽ. സർവകലാശാലയിൽ സമർപ്പിച്ച പ്രബന്ധം കോപ്പിയടിച്ചതാണെന്ന് അറിഞ്ഞാലുണ്ടാകുന്ന നാണക്കേടിനെപ്പറ്റി മലയാളികൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. യുവ വനിതാ നേതാവിന്റെ PhD പ്രബന്ധത്തിലെ വാഴക്കുലയും ചില്ലറയല്ലാത്ത പിശകുകളും എത്രയോ ദിവസങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ചൂടുള്ള ചർച്ചയായി. കേരളത്തിൽ ആകാമെങ്കിൽ പിന്നെ കൊറിയയിൽ ആയിക്കൂടെ? പിന്നില്ലാതെ. പക്ഷേ ദക്ഷിണ കൊറിയക്കാർക്ക് ആകെ നാണക്കേടായി മാറിയിരിക്കുകയാണ് ഈ കോപ്പിയടി വിവാദം. കാരണം മറ്റൊന്നുമല്ല, വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത് അവരുടെ പ്രഥമ വനിത തന്നെ. കിം ക്യോൻ ഹി ആണ് കഥാനായിക. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൺ സുക്യോളിന്റെ ഭാര്യയാണ് കിം. ദക്ഷിണ കൊറിയയിലെ സ്യൂങ്മ്യൂങ് വനിതാ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കിം ബിരുദാനന്തര ബിരുദം സ്വന്തമാക്കുന്നത്. എന്നാൽ പഠന സമയത്ത് കിം സമർപ്പിച്ച പ്രബന്ധം കോപ്പിയടിച്ചതാണെന്നാണ് യൂണിവേഴ്സിറ്റി കണ്ടെത്തിയത്. 2022 ആരംഭിച്ച അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ ഡിസംബറിൽ റിപ്പോർട്ട് കിമ്മിന് കൈമാറി. അപ്പീലുണ്ടെങ്കിൽ ജനുവരി 31 നൽകണമെന്നതാണ് വ്യവസ്ഥ. എന്നാൽ പ്രഥമ വനിത നിശബ്ദയായതിനാൽ കോപ്പിയടി ആരോപണം ശരിയാണെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ആദ്യമായല്ല കിം ക്യോൻ ഹി കോപ്പിയടി വിവാദത്തിൽപ്പെടുന്നത്. PhD നേടാൻ സമർപ്പിച്ച പ്രബന്ധത്തിലായിരുന്നു ആദ്യത്തെ കല്ലുകടി. എന്നാൽ കുക്മിൻ സർവകലാശാല 1 മാസം നീണ്ട അന്വേഷണത്തിന് ശേഷം ക്ലീൻ ചിറ്റ് നൽകി. തീരുന്നില്ല കിമ്മിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ. സ്റ്റോക്ക് മാർക്കറ്റിൽ കൃത്രിമം കാട്ടി, തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശത്തിൽ അനധികൃതമായി ഇടപെട്ടു എന്നിങ്ങനെ നീളുന്നു പട്ടിക. ഇംപീച്ച്മെന്റ് നേരിട്ട പ്രസിഡന്റ് സുക്യോളിന് രാഷ്ട്രീയ പ്രതിസന്ധികളേക്കാൾ ദുർഘടമായിരുന്നു പലപ്പോഴായി ഭാര്യ സൃഷ്ടിക്കുന്ന വിവാദങ്ങൾ. ഭാര്യയെ ലക്ഷ്യമിട്ടുള്ള ബിൽ പ്രസിഡന്റിന് വീറ്റോ ചെയ്യേണ്ട സാഹചര്യം പോലുമുണ്ടായി. ഡിസംബർ 14 ദേശീയ അസംബ്ലി സുക്യോളിനെ ഇംപീച്ച് ചെയ്തത്. അതിനുശേഷം സെൻട്രൽ സിയോളിലെ വസതിയിൽ ഒളിച്ചു താമസിക്കുകയാണ് പ്രസിഡന്റ്. കഴിഞ്ഞയാഴ്ച സുക്യോളിനെ പിടികൂടാനായി അന്വേഷണ സംഘം എത്തിയെങ്കിലും അംഗരക്ഷകരുടെ പ്രതിരോധം തടമായി. ഏറ്റുമുട്ടൽ വഴി അറസ്റ്റ് വേണ്ടെന്ന ആക്ടിംഗ് പ്രസിഡന്റിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണ സംഘം പിന്മാറിയത്. വീണ്ടും കോടതിയെ സമീപിച്ച് പുതിയ അറസ്റ്റ് വാറന്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ. രാഷ്ട്രീയ പ്രതിസന്ധികൾ അതിരൂക്ഷമായിരിക്കെയാണ് ഭാര്യ നൽകുന്ന ചെറുതല്ലാത്ത തലവേദന പ്രസിഡന്റിന്റെ ഉറക്കം കെടുത്തുന്നത്.